അടിമത്തല്ല, അത് മുഹമ്മദ് നബി ഭയങ്കരമായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട മഹാഭാവമാണ് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ രാഹുൽ ഈശ്വർ ശ്രദ്ധയിൽ വെക്കേണ്ട ഒരു ഹദീസ് ഞാൻ പറയാം. സഹീഹ് ബുഖാരി 335. ദൈവം മുഹമ്മദിന് പ്രത്യേകമായി അനുവദിച്ചു കൊടുത്ത ഈ 1,20,000 പ്രവാചകന്മാർക്കില്ലാത്ത പ്രത്യേകമായിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ട് പറഞ്ഞു കൊടുത്തത് അടിമ സ്ത്രീകളെ സ്വന്തമാക്കാനുള്ള അവകാശമായിരുന്നു എന്ന് സഹീഹ് ബുഖാരിയിൽ കാണാം. ഇനി ഇവിടെ അടിമകൾ ഇത് വലിയൊരു കള്ളമാണ് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ല, ഇവന്റെ ബ്ലഡിൽ തന്നെ ഈ കള്ളത്തരവും തെറ്റിദ്ധരിപ്പിക്കലും ഊർന്നു പോയി. ഇനി വേറെ വഴിയില്ല, അത് മാറി വരാൻ വലിയ പാടായിരിക്കും. വാ തുറന്ന കള്ളവേ പറയത്തുള്ളൂ. ഇത് സംഭവം എന്താന്ന് വെച്ചാല്, അടിമ രാഹുൽ അങ്ങനെ ഒരുപാട് റെഫറൻസുകൾ പറഞ്ഞു അടിമയെ മോചിപ്പിക്കുന്നു എന്ന് പറഞ്ഞ്. ആദ്യമേ റെഫറൻസ് പറയുന്നില്ല അന്ന് ലിയാഖത്തിൽ കുറെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾ ഖുറാനി എന്ന് പറയുന്നു ചെയ്താ ഇപ്പൊ പറയാന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ ഫുള്ള് നമ്പർ പറഞ്ഞു. അതോടെ രാഹുൽ ലിയാഖത്തിലേക്ക് വയറ് നിറഞ്ഞു. എന്നിട്ട് അടുത്ത ദിവസം വന്ന് പറയാണ്, ആരോ അയാൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. അടുത്ത ദിവസം ലൈവിൽ വന്നിട്ട് പറയാണ്, എവിടെന്നോ റെഫറൻസുകളല്ല അയാൾക്ക് ഇത്ര എടുക്കുന്ന ആൾക്ക് ഒരു അടിമത്തെ കുറിച്ച് റെഫറൻസ് ചോദിച്ചാൽ ചാറ്റ് GPT തരത്തില്ല, ആരോ പറഞ്ഞു കൊടുത്തുന്നു. അപ്പൊ അതും അടിയായി. ആ വിധത്തിലും ലേഖത്തിലേക്ക് ഇത് അടിയാണ്. അപ്പം ഇങ്ങനെ അടിമ മോചിപ്പിച്ചു എന്നൊക്കെ കുറെ പറഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് രാവിലെ പറയാണ്, ലേഖത്തിൽ പറയാണ്, നിങ്ങൾ മോചിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, പക്ഷെ ഒരു കാര്യം ഓർത്തോ, ഒരു ഹദീസ് ഉണ്ട്, അത് മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് ആർക്കും ഇല്ലാത്ത ഒരു സ്പെഷ്യൽ കാര്യം, ഒരു 5 കാര്യം അള്ളാഹു എനിക്ക് മാത്രം തന്നിട്ടുണ്ടെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. 5 കാര്യത്തില് എനിക്ക് ഓർമ്മ ഓരോന്നോരാന്ന് പറയാം. അതായത് മൊത്ത ലോകത്തിനും പ്രവാചകനായിട്ട് അയച്ചത് എന്നെയാണ്, വേറെ ആർക്കും ഇല്ല, അത് മുഹമ്മദ് നബി മാത്രമാണ്. 1. രണ്ടാമത് എന്നെ കുറിച്ചുള്ള ഭയം വളരെ ദൂരത്തിലേക്ക് അള്ളാഹു എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ബൈസന്റൈൻ അവരൊക്കെ പേടിച്ച് യുദ്ധത്തിന് പോലും വരാതിരുന്നത്, വന്ന് പരാജയപ്പെട്ടതൊക്കെ ആ ഭയത്തിന്റെ പേരിലാണ്. അത് എനിക്ക് തന്നിട്ടുണ്ട്. ഭൂമിയിൽ എവിടെ വേണമെങ്കിലും നിസ്കരിക്കാം, മണ്ണ് മൊത്തം നിസ്കരിക്കാം, എനിക്കത് അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിയുടെ സമുദായത്തിനും നമുക്ക് എവിടെ വേണം നിസ്കരിക്കാമല്ലോ, പള്ളി മാത്രമല്ലല്ലോ, ഏത് ഭൂമിയിൽ നിസ്കരിക്കാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിൽ എവിടെ വേണം നിസ്കരിക്കാം. അപ്പം ആ ഒരു ഔദാര്യം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 3 5. 4ാമത്തതാണ് ഇത്, ഗനീമത്ത് എനിക്ക് ഹലാലാക്കിയിട്ടുണ്ട്. ഗനീമത്ത് എന്നാണ് പറഞ്ഞത്, ഇവിടെ അടിമസ്ത്രീ എന്നാക്കി. അപ്പൊ അവിടെ കോട്ടിമാട്ടലും അവിടെ തെറ്റിദ്ധരിപ്പിക്കലും നോക്കുക. ഗനീമത്തിനകത്ത് അടിമസ്ത്രീ വരത്തില്ല, അടിമസ്ത്രീയും ഗനീമത്തല്ല ഇവിടെ. അതെന്താ, അതൊന്നും എന്തുകൊണ്ടാ പറയാന്ന് വെച്ചാല്, മുൻകഴിഞ്ഞ പ്രവാചകന്മാർ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ ബൈബിളിൽ നോക്കിയാലും അറിയാം, അവർക്കും അടിമ സ്ത്രീകളും അടിമ പുരുഷന്മാരെല്ലാം പിടിച്ചിരുന്നു. പക്ഷെ ഗനീമത്ത് എന്ത് ചെയ്യുന്ന വെച്ചാല്, അവര് ഗനീമത്ത് എന്ന് പറഞ്ഞാല് യുദ്ധക്കളത്തില് പിടിക്കപ്പെടുന്ന ഈ വാളും അവരുടെ സ്വത്തുകളൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് അത് അവരെടുക്കില്ല. അത് മോളിൽ നിന്ന് ഒരു തീ വന്ന് അത് നശിപ്പിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമുക്ക് ബൈബിളിലൊക്കെ നോക്കിയാലും അറിയാം. അങ്ങനെയൊക്കെ അത് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതിനകത്ത് ബുഹാരി 3124 ഈ സംഭവം കാണാം. മുമ്പുള്ള പ്രവാചകന്മാർക്ക് ഇങ്ങനെ ആയിരുന്നു, മോളിൽ നിന്നൊരു തീ വന്നിട്ട് അത്. പക്ഷെ ഹദീസ് എത്രത്തോളം ശരിയാന്നുള്ളതിന് എനിക്ക് ഡൗട്ടുണ്ട്, അത് നോക്കാം. പക്ഷെ എന്തായാലും ഈ ഒരു ന്യൂസ് അതിനകത്തുണ്ട്, മുന്നുള്ള ആൾക്കാർക്ക് ഇല്ല എന്നുള്ളത്. അത് അവിടെ പിടിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് മാത്രമാണ്, ആളുകൾക്കല്ല. ആളുകളെ പിടിച്ചു വെച്ചിരുന്നു, ബന്ദികളാക്കി വെച്ചിരുന്നു എന്നുള്ളത് പഴയ പ്രവാചകന്മാർ ചെയ്തെന്നുള്ളത് ബൈബിളിൽ, അത് ബൈബിളിൽ റെഫറൻസ് അല്ല, ജസ്റ്റ് ഒന്ന് സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത് ഉൾപ്പെടത്തില്ല. അത് സാധനങ്ങൾ, വസ്തുവകകൾ എടുക്കാൻ പ്രവാചകനോ അല്ല മുൻകഴിഞ്ഞ പ്രവാചകനോ അവർക്ക് ഉമ്മത്തിനോ അള്ളാഹു അനുവദിച്ചിരുന്നില്ല. പക്ഷെ റസൂലുള്ളാഹി നബിക്ക് ശേഷം നബിക്കും ഉമ്മത്തിനും ആ ഗനീമത്ത് എടുക്കാമെന്ന് അള്ളാഹു എനിക്ക് മാത്രം തന്നു. 5 എണ്ണം, അതിൽ 4 എനിക്ക് ഓർമ്മ പറഞ്ഞുള്ളൂ. അപ്പൊ അതിൽ ഒരെണ്ണമാണ് ഇത്, ഗനീമത്ത് എടുക്കുക എന്നുള്ളത്. ആ ഗനീമത്തിനെ ട്വിസ്റ്റ് ചെയ്ത് അടിമ സ്ത്രീകളാക്കി. അടിമ സ്ത്രീകൾ എനിക്ക് അള്ളാഹു അനുവദിച്ചു തന്നു, ബാക്കി ആർക്കും ഇല്ല എന്ന് പറയുന്ന പോലെയും അതെന്തോ വേണ്ടാത്തൊരു ഇതുപോലെ. അടിമ സ്ത്രീകൾ സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ അവരുടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അടിമ സ്ത്രീകൾ പിടിക്കുന്നത്, എന്തുകൊണ്ടാണ്, അത് ഞാൻ വേറെ സന്ദർഭത്തിൽ പറയാതെ. അപ്പം അടിമ സ്ത്രീകളല്ല, ഗനീമത്താണ്. അവിടെയും ഫോർജറി കാണിച്ചു, കള്ളത്തരം കാണിച്ചു. എല്ലാം ഓരോ ലൈനിലും കള്ളത്തരം കാണിക്കുക. ഓക്കെ.